പരസ്യം നമുക്ക് ഓർമ്മയുണ്ടാകും. അതിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജിക്കെതിരെ ഹൈക്കോടതി ഇപ്പോൾ പരാമർശം നടത്തിയതാണ് പ്രധാനപ്പെട്ട വാർത്ത. ആക്ഷേപം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ല എന്നതാണ് ഹൈക്കോടതി പറയുന്നത്. പൊതു താൽപര്യ ഹർജി നിലനിൽക്കുമോ എന്ന് ഹൈക്കോടതി പരിശോധിക്കും. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ ഹർജിയിലാണ് നടപടി. മറുപടി നൽകാൻ സർക്കാരിന് 10 ദിവസം സമയം നൽകിയിട്ടുണ്ട്. ശ്യാം ദേവരാജാണ് ചേരുന്നത്, ഞങ്ങൾ ലീഗൽ കറസ്പോണ്ടന്റ്. ശ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ ഈ വിവാദ പത്രപരസ്യത്തിനെതിരായ ഹർജി, അതിൽ സുപ്രധാനമായ നിരീക്ഷണം നടത്തുകയാണ് കോടതി. പ്രഥമദൃഷ്ട്യാ ഈ ആക്ഷേപം നിലനിൽക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ശ്യാം ദേവരാജ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി, 2 കോൺഗ്രസ് നേതാക്കളുടെ ഹർജി പരിഗണിച്ചത്. അതിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സുപ്രധാനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. PRDയുടെ വിവാദമായ പത്രപരസ്യം കഴിഞ്ഞ 5-ാം തീയതിയാണ്, മാർച്ച് മാസം 5-നാണ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പ്രത്യേകിച്ചും UDF കാലവും LDF സർക്കാരിന്റെ കാലഘട്ടവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന 2 പേജ് ജാക്കറ്റ് പരസ്യമായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെതിരെയാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കോൺഗ്രസ് നേതാവ് ഷാരോൺ പനക്കലും ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ പൊതുതാൽപര്യ ഹർജികളിലാണ് ഹൈക്കോടതി ആവശ്യം പൊതുതാൽപര്യ ഹർജിയിലൂടെ ഉന്നയിക്കാനാകുമോ എന്നും ആദ്യം പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ ഹർജി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ല എന്നുകൂടി നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പരസ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചതുമില്ല. ശരി, അതാണ് വിശദാംശങ്ങൾ. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.